MMO പ്രൈവറ്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് RLC സർക്യൂട്ട്സ് ആണ്. ഫസ്റ്റ് നമ്മൾ RLC സീരീസ് സർക്യൂട്ട് എന്താണെന്നും അതുപോലെ RLC പാരലൽ സർക്യൂട്ട് എന്താണെന്നും നമ്മൾ പഠിക്കും. അതുപോലെ അതിൽ ഓരോന്നിലും വരുന്ന റിലേഷൻസ്, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിളാണ്, RLC സർക്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ, അതുപോലെ ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒരൊറ്റ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സർക്യൂട്ട്സിന് എക്സാമ്പിളാണ് നമ്മുടെ ഒരു ഫാൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫാനിൻ്റെ റെഗുലേറ്റർ റെസിസ്റ്ററാണ്, അതുപോലെ അതിൻ്റെ ഫാനിൻ്റെ ഉള്ളിൽ കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കോയിൽസ്, അതെന്താണ്, ഇൻഡക്ടറാണ്. അപ്പോൾ ഒരു ഫാൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കമ്പോണൻസും ഉണ്ട്. അത് ഇത്തരത്തിലുള്ള സർക്യൂട്ടിന് ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മൾ രണ്ട് രീതിയിൽ, അതായത് RLC, അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ആ മൂന്ന് കമ്പോണൻറ്റിനെയും സീരീസ് ആയിട്ടും അവയെ പാരലൽ ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് RLC സീരീസ് എന്നും RLC പാരലൽ എന്നുള്ള രണ്ട് സർക്യൂട്ട്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ RLC സീരീസ് സർക്യൂട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇൻഡക്ടറിനെയും റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കോമൺ വോൾട്ടേജ് V = Vm sin omega t എന്ന് പറയുന്ന AC സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലൂടെയും, അതായത് മൂന്ന് കമ്പോണൻറ്റിലൂടെയും കോമൺ ആയിട്ട് ഒഴുകുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് മൂന്ന് കമ്പോണൻറ്റിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് ഓരോ കമ്പോണൻറ്റിനെയും ഇടയ്ക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇപ്പം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VR, ഇൻഡക്ടറിന് അക്രോസ് ഉള്ളതാണ് VL, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളതാണ് VC. ഈ മൂന്ന് വോൾട്ടേജ് ഡ്രോപ്പുകളും ഓരോ കമ്പോണൻറ്റിലും ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ടൻസ് എത്രയാണ്, ആ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവിടെ ഡ്രോപ്പ് ഫോം ചെയ്യുന്നത്. ഇവിടെ റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള, അതായത് കൂടുതൽ വാല്യൂ വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഓരോന്നും, അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, അതുപോലെ തന്നെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇവ നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്ന കറണ്ടുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അത് വേവ് ഫോം വെച്ച് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇവിടെ കറണ്ടിൻ്റെ വേവ് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് റെസിസ്റ്ററിന് അക്രോസുള്ള വേവ് ഫോം. അപ്പോൾ കറണ്ടിൻ്റെ അതേ വേവ് ഫോമാണ് ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും വേവ് ഫോം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, വോൾട്ടേജും കറണ്ടും റെസിസ്റ്ററിന് അക്രോസ് ഉള്ളത് എന്തായിരിക്കും, ഇൻഫേസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇൻഡക്ടറിന് അക്രോസ് ഫോം ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കറണ്ടിൻ്റെ വേവ് ഫോമിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടിൻ്റെയും വേവ് ഫോം ഡിഫറെൻ്റ് ആണ്. കാരണം ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്തു പോകും, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, 90 ഡിഗ്രി ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ കപ്പാസിറ്ററിന് അക്രോസ് ഫോം ചെയ്തിരിക്കുന്ന വോൾട്ടേജിൻ്റെ വേവ് ഫോമിലും ഡിഫറൻസ് ഉണ്ട്, കറണ്ടിനെ അപേക്ഷിച്ച് ഡിഫറൻസ് ഉണ്ട്. അവിടെ വോൾട്ടേജ് ആണ് കറണ്ടിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്ത് 90 ഡിഗ്രി പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കിവിടെ ഫോം ചെയ്തതായിട്ട് കാണിക്കും. ഇനി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ മൂന്നും വെക്ടോറിയലി ഉള്ള റെപ്രസെൻറ്റേഷനാണ്. അതായത് VRനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടായിരിക്കും ഇൻഡക്റ്റീവ് വോൾട്ടേജ് വരുന്നത്. അതുപോലെ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കപ്പാസിറ്റീവ് വോൾട്ടേജ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, VLും VCയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവയുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ഇക്വേഷൻ പരിചയപ്പെടാം. അതായത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് I × R. ഇവിടെ I എന്ന് പറയുന്നത് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടും R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വോൾട്ടേജും, അതായത് VRും Iയും ഇൻഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു.
അതേപോലെ ഇൻഡക്ടറിൽ ഫോം ചെയ്തിരിക്കുന്ന ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ് IXL. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അവിടെ കറണ്ടിനെ അപേക്ഷിച്ച് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രി? 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് IXC. അവിടെ വോൾട്ടേജ് ആണ് കറണ്ടിനേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ട് ഉള്ളത്. ഇനി XLൻ്റെ ഇക്വേഷനാണ് 2πfL. 2πf എന്ന് പറയുന്നത് ഒമേഗ ആയതുകൊണ്ട് നമുക്ക് 2πfLനെ ωL എന്ന് എഴുതാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷനാണ് 1/2πfC. 2πf അഗെയിൻ ഒമേഗയാണ്, അതുകൊണ്ട് 1/2πfന് പകരം ഒമേഗ എന്ന് എഴുതിയാൽ 1/ωc എന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെത് എഴുതാം. ഇവിടെ വെക്റ്റർ ഡയഗ്രാം ഷോസ് റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ പ്യുവർ റെസിസ്റ്റീവ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അതായത് പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻഡക്ടറിലോ അല്ലെങ്കിൽ കപ്പാസിറ്ററിലോ റെസിസ്റ്ററിലോ എങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം, അതായത് റെസിസ്റ്ററിൻ്റെ കേസിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ അപേക്ഷിച്ച് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വോൾട്ടേജിനെ അപേക്ഷിച്ച് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. ഇവിടെ കപ്പാസിറ്ററിൻ്റെ കേസിലാണെങ്കിൽ വോൾട്ടേജിനെ അപേക്ഷിച്ച് കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ടിനെ അപേക്ഷിച്ച് 90 ഡിഗ്രി വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. അതായത് നമ്മളിവിടെ വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതായത് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവയുടെ ചലനം അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ RLC സീരീസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് ഈ വോൾട്ടേജസ് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ഇവിടെ വെക്ടോറിയൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റത്തെ ഫിഗറിൽ വോൾട്ടേജ്, റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ആണ് VR, അതിലൂടെ ഒഴുകുന്ന കറണ്ട് I. അത് രണ്ടും ഇൻ ഫേസ് ആയതുകൊണ്ട് ഒരൊറ്റ ഡയറക്ഷനിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി കറണ്ടിനെ അപേക്ഷിച്ച് ഇൻഡക്ടർ വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ 90 ഡിഗ്രി ലീഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ കറണ്ടിനെ അപേക്ഷിച്ച് കപ്പാസിറ്റീവ് വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായതുകൊണ്ട് നമ്മൾ അതിന് 90 ഡിഗ്രി ലാഗ് ചെയ്ത് താഴേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഓരോന്നിനും അക്രോസ് ഉള്ള ഡ്രോപ്പുകളുടെ ടോട്ടൽ സമ്മാണ് അല്ലേ. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസും റിയാക്റ്റൻസ് വാല്യൂസും ആണ് അതിനുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് അതിനെ ആഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ടോട്ടൽ ഇമ്പിഡൻസ് ഡയറക്റ്റ് അഡീഷൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ടോട്ടൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, വോൾട്ടേജിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇമ്പിഡൻസിൻ്റെ ആണെങ്കിലും ടോട്ടൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എങ്ങനെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണ് അവിടെ കൊടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിന് എല്ലാത്തിനെയും ക്രോസ് ടോട്ടൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പായി എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഈ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് VL വോൾട്ടേജ് കൂടുതലും VC കുറവുമാണെന്നുള്ള കേസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് VLൽ നിന്ന് VC കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് കിട്ടുന്ന ഒരു വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്ററിനെ നമ്മൾ Y ഡയറക്ഷനിൽ വരയ്ക്കുക. അപ്പോൾ ഇതാണ് VL മൈനസ് VC. ഇനി VR എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള VR തന്നെ, അതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് VRും അതുപോലെ VL മൈനസ് VCയും വെച്ചിട്ട് രണ്ട് കമ്പോണൻറ്റ് കിട്ടും. ഇനി ഈ രണ്ട് കമ്പോണൻസിൻ്റെയും കൂടെ റിസൾട്ട് കാണുന്നതാണ് നമുക്ക് VS എന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്, അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് VL മൈനസ് VCക്ക് തുല്യമാണ്. അപ്പം ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ട്രയാങ്കിളിലെ പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം എന്ന് പറയുന്നത് പാദത്തിൻ്റെയും അതുപോലെ ലംബത്തിൻ്റെയും ബേസിൻ്റെയും അല്ലെ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും എന്തായിരിക്കും,
സം ആയിരിക്കും അല്ലേ, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, അതായത് വി എസിൻ്റെ ഇക്വേഷൻ നമുക്ക് വി ആർ പ്ലസ് വി എൽ മൈനസ് വി സി കിട്ടും. അതായത് വി എൽ മൈനസ് വി സി പ്ലസ് വി ആർ എന്ന് കിട്ടുന്നത് ഈ വി എസിന് തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ വി എസ് സ്ക്വയർ, അതായത് പൈതഗോറസ് തിയറം സ്ക്വയർ വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. കാരണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പാദത്തിലുള്ള ആൾ വി ആർ ആണ്, അതുപോലെ ലംബത്തിലുള്ളത് വി എൽ മൈനസ് വി സി ആണ്. അപ്പോൾ കർണം സ്ക്വയർ, അതായത് വി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ, അതായത് വി എൽ മൈനസ് വി സി സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, അതായത് വി ആർ സ്ക്വയർ. അതിനെ നമ്മൾ വി എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും വി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും വി ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് കറണ്ടിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഐ സ്ക്വയർ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം അതിൻ്റെ റിയാക്ടൻസും ഇത് ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഇത് ടോട്ടൽ നമുക്ക് എന്തെന്ന് പറയാം, ഇതാണ് അതായത് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, ഇതാണ് അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഐ സ്ക്വയർ അതിലൂടെയുള്ള കറണ്ടും വി സ്ക്വയർ സപ്ലൈ വോൾട്ടേജും ആണ്. അപ്പോൾ ഇതിനെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, വി എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. സെഡ് എന്ന് പറയുന്നതാണ് ഇമ്പിഡൻസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ ഫോം ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഇത് സ്ക്വയറാണ്, അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ എന്ന് എഴുതാം ഇതിന്, അല്ല ഐ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ, അതായത് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എവിടെ എന്താണ്, എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇമ്പിഡൻസിൻ്റെ, അതായത് ആർ എൽ സി സർക്യൂട്ടിൽ, അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും അടങ്ങുന്ന ഒരു സർക്യൂട്ടിലെ ടോട്ടൽ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എൽ മൈനസ് എക്സ് സി ഓൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവുമായപ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇനി നേരെ തിരിച്ച് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ ഈ ഇക്വേഷൻ എക്സ് എൽ മൈനസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അതായത് കൂടുതലുള്ളതിൽ നിന്ന് കുറച്ചുള്ളതിനെ കുറയ്ക്കുക. അതായത് നമുക്ക് എന്ത് മതി, ഈ റിയാക്ടൻസിൻ്റെ ഡിഫറൻസ് മതി. അപ്പോൾ കൂടുതൽ ഏതാണോ ഉള്ളത് അതിൽ നിന്ന് കുറഞ്ഞതിനെ കുറച്ചത് കണ്ട് സ്ക്വയർ കണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആർ സ്ക്വയറിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ തിരിച്ച് ചെയ്താലും ഇത് സ്ക്വയർ ആയതുകൊണ്ട് എന്തായി പോകും, ഇപ്പോൾ മൈനസ് എക്സ് എൽ മൈനസ് എക്സിൽ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മൈനസ് ആവുന്ന സമയത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആവും. അപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഡയറക്റ്റ് എക്സലിൻ്റെ എക്സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇമ്പിഡൻസ് ട്രയാങ്കിൾ നമ്മൾ നേരത്തെ കണ്ടത് ഫുള്ള് വോൾട്ടേജിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, അതായത് വോൾട്ടേജ് ട്രയാങ്കിളും ഡയഗ്രമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മളിവിടെ ഇമ്പിഡൻസിനെ പഠിച്ചു. അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്താ നോക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് വെക്ടറൽ ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ. അതിനെ നമുക്ക് വെക്ടോറിയലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആർ സ്ക്വയർ എന്ന് പറയുന്നത് വി ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ബേസിൽ കൊടുക്കുക. ഇനി എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വി എൽ മൈനസ് വി സിയുടെ, അതായത് വോൾട്ടേജ് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും അക്രോസുള്ള വോൾട്ടേജിനെ മൈനസ് ചെയ്ത പോലെ റിയാക്ടൻസ് ഇൻഡക്ടറിൻ്റെയും അതുപോലെ കപ്പാസിറ്റൻസിൻ്റെയും റിയാക്ടൻസിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് റെസിസ്റ്റൻസിൻ്റെയും റിയാക്ടൻസിൻ്റെയും ടോട്ടൽ സമ്മാണ് ഇവിടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അതായത് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ വരച്ചതാണ് കാണിക്കുന്നത്.
ഇനി നമ്മൾ ഇമ്പിഡൻസും അതുപോലെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ കണ്ട ഇമ്പിഡൻസ് ട്രയാങ്കിൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാക്കി ഇങ്ങനെ എഴുതാം. അതായത് റൂട്ട് ഓഫ് Z² = R² + XL - XC² അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ Z മതി അല്ലെ, Z² അല്ല, ഇമ്പിഡൻസ് സ്ക്വയർ ആണത്. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം R² എങ്ങനെയാണ് വരിക, റൂട്ട് ഓഫ് R² + XL - XC². അപ്പോൾ XLനെ നമുക്ക് ωL എന്നും XCനെ 1/ωL എന്നും എഴുതാം അല്ലേ. അപ്പോൾ ഇത് XLൻ്റെ XCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുക. അതുപോലെ നമുക്ക് പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതായത് cos φ എന്ന് പറയുന്നത് എന്താണ്, R/Z. ഓക്കെ, ഇതാണ് പവർ ഫാക്ടർ R/Z. ഇനി നമ്മൾ അതിൻ്റെ മറ്റ് വാല്യൂസ് സൈന് ടാൻ വാല്യൂസ് കാണണമെങ്കിൽ സൈൻ φ എന്ന് പറയുന്നത് XL - XC /Z. അതുപോലെ ടാൻ φ എന്ന് പറയുന്നത് XL - XC /R. ഇനി RLC സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൽ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് എല്ലാ സർക്യൂട്ടിലും എല്ലാ എലമെൻസിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ ഓരോ ബ്രാഞ്ചിലൂടെയുള്ള അല്ലെങ്കിൽ ഓരോ കമ്പോണൻറ്റിലൂടെ ഡ്രോപ്പ് ആകുന്ന ഓരോ കമ്പോണൻറ്റിനെ അക്രോസ് ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്റ്റൻസ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അവിടെ ഡ്രോപ്പ് സംഭവിക്കുക. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് ആയിട്ടുള്ള VS എന്ന് പറയുന്നത് വെക്റ്റർ സമ്മാണ്. എപ്പോഴും ഓർത്ത് വെക്കുക, ഡയറക്റ്റ് നമ്മൾ അഡീഷൻ ചെയ്യുന്നതല്ല, വെക്റ്റർ സമ്മാണ്. എന്തിൻ്റെ, ഓരോന്നിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പുകളുടെ വെക്റ്റർ സമ്മാണ്. ഇനി ടോട്ടൽ, അതായത് ഒരു AC സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ ഒപ്പോസിഷനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് Z. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ കണ്ട ഇവിടെ കണ്ട ഇക്വേഷൻസ് ഇതെന്ന് പറയുന്നത് φ, അതായത് ഫേസ് ആംഗിൾ ആണ് ഇവിടെ φ അല്ലേ. ഫേസ് ആംഗിളിനെ കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത് ഈ ഇൻഡക്ടറും അതുപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അവ എങ്ങനെയാണ് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ AC സപ്ലൈക്ക് ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 50 ഹെർട്സ് ആണ് അല്ലേ. അപ്പോൾ ആ 50 ഹെർട്സ് എപ്പോഴും ആ ഒരു 50 ഹെർട്സ് തന്നെയല്ല ആയിരിക്കില്ല എല്ലാ കേസിലും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി മാറുമ്പോൾ കമ്പോണൻറ്റിൻ്റെ റിയാക്റ്റൻസ് വാല്യൂവിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് നോക്കാം. റെസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഫ്രീക്വൻസി എന്ത് തന്നെയാണെങ്കിലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് മാറും. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് XLൻ്റെ ഇക്വേഷൻ, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ 2πfL ആണ്, അല്ലെങ്കിൽ ωL ആണ്. ഇപ്പോൾ 2πf എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് XLഉം അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അതുപോലെ ഫ്രീക്വൻസിയും ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും, അതുപോലെ ഫ്രീക്വൻസി കുറയുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയും. അപ്പം ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ റിലേഷനാണ് നമ്മളിവിടെ ഗ്രാഫ് വെച്ച് കാണിച്ചിരിക്കുന്നത്. അതായത് ഫ്രീക്വൻസി X ഡയറക്ഷനിലും റിയാക്റ്റൻസ് Y ഡയറക്ഷനിലും വരച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇവിടെ റിയാക്റ്റൻസ് കൂടുകയാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ X = 1/2πfC ആണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കൂടുമ്പോൾ സംഭവിക്കുന്നത് ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുകയാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുകയാണ്. അതായത് ഇത് രണ്ടും എങ്ങനെയാണ്, വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. XCയും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ XC ആണെങ്കിലും അതുപോലെ XLനാണെങ്കിലും ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, ഇത് ഈ പ്യുവർ ഇൻഡക്ടറിൻ്റെ ഡയഗ്രാമാണ്, ഇത് പ്യുവർ കപ്പാസിറ്ററിൻ്റെയാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള LC സർക്യൂട്ട് അല്ലെങ്കിൽ RLC സർക്യൂട്ടിൽ എങ്ങനെയാണ് ഫ്രീക്വൻസി റിലേഷൻ എന്ന് നോക്കാം. അപ്പോൾ റിയാക്റ്റൻസിന് നമ്മൾ അഗെയിൻ Y ഡയറക്ഷൻ, അതായത് ടോട്ടൽ റിയാക്റ്റൻസ് ആണ് Y ഡയറക്ഷനിലുള്ളത്.
ഫ്രീക്വൻസിനെ നമ്മൾ എക്സ് ഡയറക്ഷനിലും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ കപ്പാസിറ്റീവ് കണ്ടീഷനാണ്. അതായത് കപ്പാസിറ്ററും ഇൻഡക്ടറും അടങ്ങുന്ന സർക്യൂട്ട് കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ട് എഴുതുന്നപ്പോഴാണ് അവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് പ്രോപ്പർട്ടിയാണ് അവിടെ കൂടുതലുള്ളതെങ്കിൽ ആ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? കപ്പാസിറ്റീവായിട്ട് ആക്ട് ചെയ്യും. ആ കേസിൽ എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണ്. അപ്പോൾ ആ സർക്യൂട്ട് കൂടുതലായിട്ടും കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ പോലെയാണ് ആക്ട് ചെയ്യുക. അതായത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റി അവിടെ ടോട്ടൽ റിയാക്ടൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും സർക്യൂട്ടിൻ്റെ. ഇനി എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആവുന്ന കേസിൽ, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതൽ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണെങ്കിൽ ആ സർക്യൂട്ട് ഇൻഡക്റ്റീവായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും ആ സർക്യൂട്ട് കാണിക്കുക. അതായത് ഇവിടെ തൊട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. ഇനി ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. അതായത് എക്സ് എൽ മൈനസ് എക്സ് സി അല്ല, സോറി, എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആണ്. അതായത് ഈ കേസിൽ, അതായത് ഈ കറക്റ്റ് എഫ് ആർ എന്നുള്ള ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടീഷനാണ് ഈ റെസൊണൻസ് കണ്ടീഷൻ എന്നാണ് അതിന് പറയുക. അതായത് സീരീസ് റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ റെസൊണൻസ് കണ്ടീഷനെ ഇങ്ങനെ റെഫർ ചെയ്യാം. അറ്റ് എ ഫ്രീക്വൻസി എഫ് ആർ ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, എഫ് ആർ എന്നുള്ള കണ്ടീഷനിൽ, എഫ് ആർ എന്നുള്ള ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുക. അതാണ് ഇവിടെ സെൻറ്ററിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ടോട്ടലൈസ് ചെയ്ത് കുറച്ച് നിഗമനങ്ങളാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണ് റെസിസ്റ്റൻസും ഫ്രീക്വൻസിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. സെക്കൻഡ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എന്തുകൊണ്ടാണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ ഒമേഗ എൽ ആണ്, അപ്പോൾ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് അവ രണ്ടും എങ്ങനെയാണ്? വിപരീതാനുപാതത്തിലാണ്. ഇനി റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആവുന്ന കേസിലുള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി റെസൊണൻസ് ഓഫ് ആർ എൽ സി സർക്യൂട്ട്, നമ്മളിനി റെസൊണൻസിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ റെസൊണൻസ് ആകുമ്പോൾ എങ്ങനെയാണ് ആ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. റെസൊണൻസിൻ്റെ കണ്ടീഷനാണ് എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി അല്ലേ. അപ്പോൾ എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ 2πfl ആണ്, എക്സിൻ്റെ ഇക്വേഷൻ 2πfc ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2πl ഇൻറ്റു 2πc കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ 1/4π² LC വരും. അപ്പോൾ അതിന് എഫ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് കാണണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പം റൂട്ട് ഓഫ് 1/4π² LC വരും. അതിനെ നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കി എഴുതുമ്പോൾ അതിൻ്റെ ഈ റൂട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ന് കിട്ടും? എഫ് ആർ ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് LC എന്ന് കിട്ടും. ഓക്കെ, അപ്പം 2π ഇൻറ്റു എഫ് ചെയ്താൽ എന്താ ചെയ്ത്? ഒമേഗ ആർ ആയി. അപ്പോൾ ഒമേഗ ആർ ഇസ് ഈക്വൽ ടു 1/√LC ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് റെസൊണൻസ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക, എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആവുന്ന കണ്ടീഷനാണ് റെസൊണൻസ്. ഓക്കെ, അപ്പം റെസൊണൻസ് കണ്ടീഷനിൽ ഇത് രണ്ടും ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും ശരിക്കും ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആണ് അല്ലേ. അത് രണ്ടും ഈക്വൽ ആകുമ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വാല്യൂസ് ആയതുകൊണ്ട് എക്സ് എല്ലും എക്സ് സിയും കൂടെ പരസ്പരം ക്യാൻസൽ ആയി പോകും അല്ലേ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും, അതായത് ഇൻഡക്ടർ വാല്യൂ, അതായത് എക്സ് എല്ലും എക്സ് സി ഈക്വൽ ആയി പോയാൽ എന്താ സംഭവിക്കുക? ഇത് രണ്ടും പരസ്പരം നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ഒന്ന് രണ്ടും ഈക്വൽ ആകുമ്പോൾ രണ്ടും കൂടെ ന്യൂട്രലൈസ് ആയി പോകും അല്ലേ. അപ്പം ആ സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് അവിടെ റിയാക്ടൻസ് പ്രോപ്പർട്ടി ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു റിയാക്ടൻസ് കേസ് അല്ലെങ്കിൽ ഒരു റെസൊണൻസ് കണ്ടീഷനിൽ ഒരിക്കലും റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിയാക്ടൻസ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
ഓക്കെ, അതായത് അറ്റ് റെസൊണൻസ് ടോട്ടൽ ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാത്രമാണ്. അല്ലെങ്കിൽ ആ അവിടെയുള്ള ടോട്ടൽ എത്രയാണോ റെസിസ്റ്റൻസ് ഉള്ളത് അത് മാത്രമായിരിക്കും അവിടെ ഇമ്പിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ആർ എൽ സി സർക്യൂട്ട് നമ്മൾ റെസൊണൻസിലാവുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് മാറുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ആറും എല്ലും സിയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എടുക്കുക. അതായത് എക്സലും എക്സിയും ഈക്വൽ ആകുന്ന കേസിൽ അവിടെ ഇത് രണ്ടും പരസ്പരം ക്യാൻസൽ ആയി പോയിട്ട് ടോട്ടൽ റിയാക്റ്റൻസ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഈ നോക്കി കഴിയുമ്പോൾ ഈ സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസിൻ്റെ ആബ്സെൻസ് മൂലം അത്രയും ഒപ്പോസിഷൻ, കറണ്ടിൻ്റെ ഒപ്പോസിഷൻ കുറയാണ്. അതുകൊണ്ട് കറണ്ടിൻ്റെ ഒഴുക്ക് എന്ത് സംഭവിക്കും? കൂടും. അതായത് റിയാക്റ്റൻസ് കുറയുന്നുണ്ട് അല്ലെങ്കിൽ ഒപ്പോസിഷൻ കുറയുന്നത് കൊണ്ട് കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ കറണ്ട് ഈസ് മാക്സിമം, പക്ഷേ ഇമ്പിഡൻസ് ഈസ് മിനിമം. ഇമ്പിഡൻസ് കുറയാനുള്ള കാരണം എന്താണ്? റിയാക്റ്റൻസ് ഫുള്ളായിട്ട് 0 ആയി പോകുന്നതാണ്. ഇനി സപ്ലൈ വോൾട്ടേജ് ആൻഡ് സർക്യൂട്ട് കറണ്ട് ആർ ഇൻ ഫേസ്. ഇവിടെ എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസ് മാത്രമേ സർക്യൂട്ടിൽ ഉണ്ടായി വരുള്ളൂ റെസൊണൻസിൽ. അപ്പോൾ വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരിക്കും? രണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഈ സർക്യൂട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് അക്സെപ്റ്റർ സർക്യൂട്ട്. ഇനി നമ്മൾ ആർ എൽ സി പാരലൽ സർക്യൂട്ടുകൾ പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സീരീസ് സർക്യൂട്ട് ആണ് പഠിച്ചത്. ഇനി നമ്മൾ ഈ ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും അതുപോലെ റെസിസ്റ്റൻസിനെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സപ്ലൈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ആയിരിക്കും ഈ 3 ബ്രാഞ്ചസിലും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഡിഫറൻസ് കറണ്ടിൻ്റെ കേസിലായിരിക്കും. കിർച്ചോഫ്സ് ലോ അനുസരിച്ച് ഈ ഐ എസ് എന്നുള്ള ടോട്ടൽ കറണ്ട് ഐ ആർ ആയിട്ടും ഐ എൽ ആയിട്ടും ഐ സി ആയിട്ടും 3 ബ്രാഞ്ച് കറണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പം ഈ വാല്യൂസ് ഐ ആർ ഐ എൽ ഐ സി എന്നുള്ള വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഈ 3 ബ്രാഞ്ചിലൂടെയും ഒഴുകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കറണ്ടാണ്. വോൾട്ടേജ് എല്ലാ കമ്പോണൻറ്റിലും സെയിം ആണ്. ഇനി ഇവിടെ വെക്ടോറിയലി റെപ്രസെൻ്റ് ചെയ്യുന്നത് പാരലൽ സർക്യൂട്ടിൽ നമ്മൾ കറണ്ടുകളാണ് എടുക്കുന്നത്. അതായത് ഐ ആർ നമ്മൾ ബേസ് റെഫറൻസ് ആയിട്ട് എടുത്തു. അപ്പോൾ ഐ ആറിൻ്റെ അതേ ഡയറക്ഷനിലാണ് വോൾട്ടേജ് ഉള്ളത്, കാരണം അത് രണ്ടും ഇൻ ഫേസ് ആണ്. ഇനി ഐ സി എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് ലീഡിങ് ആണ് അല്ലേ? അതായത് ഐ ആറിനേക്കാളും ലീഡ് ചെയ്തിട്ടാണ് കറണ്ട് ഉള്ളത്, കപ്പാസിറ്റീവ് കറണ്ട് ഉള്ളത്. റെസിസ്റ്റീവ് കറണ്ടിനേക്കാളും ലാഗ് ചെയ്തിട്ടാണ് ഇൻഡക്റ്റീവ് കറണ്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇപ്പം നമ്മൾ ഇൻഡക്റ്റീവ് കറണ്ടാണ് കൂടുതൽ എന്നുള്ള കേസാണ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ സമ്മ് കാണാൻ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് ഐ എൽ മൈനസ് ഐ സി കാണുക. അപ്പോൾ ഐ എൽ മൈനസ് ഐ സിയും ഐ ആറും കൂടെ നമ്മൾ ടോട്ടലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്ലൈ വോൾട്ടേജ് കറണ്ടായിട്ടുള്ള ഐ എസ് കിട്ടുന്നത്. അതായത് ഐ എൽ മൈനസ് ഐ സി പ്ലസ് ഐ ആർ ആയിരിക്കും ഇവിടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഐ ആറിൻ്റെ ഇക്വേഷൻ വി ബൈ ആർ ആണ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഐ എൽ എന്ന് പറയുന്നത് വി ബൈ എക്സ് എൽ ആണ്. ഐ സി എന്ന് പറയുന്നത് വി ബൈ എക്സ് സി ആണ്. ഇനി നമ്മൾ ടോട്ടൽ എത്രയാണ് ആ സർക്യൂട്ടിലൂടെ ഒഴുകിയ കറണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ കറണ്ട് ഐ എസ് എന്നുള്ള കറണ്ട് ഐ ആറും ഐ എല്ലും ഐ സി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഐ എസ് എത്രയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്ടർ സമ്മാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ വെക്ടർ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് ഐ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ മൈനസ് ഐ സി ഹോൾ സ്ക്വയർ. ഇനി ഐ എസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ മൈനസ് ഐ സി ഹോൾ സ്ക്വയർ. ഇനി ഐ ആറിനും ഐ എല്ലിനും ഐ സിക്കും അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് വി ബൈ സെഡ് എന്ന് കിട്ടും. സെഡിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? 1/√3
റൂട്ട് ഓഫ് 1/r² പ്ലസ് 1/xl മൈനസ് 1/xc ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് 1/z എന്ന് എഴുതാം അല്ലെ. ഇതിനെ 1/, എഴുതുന്നതിനേക്കാളും ഇതിനെ നമുക്ക് 1/, എഴുതിയാൽ 1/z ഇസ് ഈക്വൽ ടു, അന്നേരം ഇവിടെയുള്ള ഈ ഡിവൈഡഡ് മാറിയിട്ട് റൂട്ട് ഓഫ് 1/r² പ്ലസ് 1/xl മൈനസ് 1/xc ഹോൾ സ്ക്വയർ ആയിട്ട് വരും. ഇനി ഇവിടെ അഡ്മിറ്റൻസ്, അതുപോലെ കണ്ടക്ടൻസ്, അതുപോലെ സസെപ്റ്റൻസ്, 3 ക്വാണ്ടിറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇംപിഡൻസിൻ്റെ നേരെ എതിരുള്ള, അതായത് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആണ് അഡ്മിറ്റൻസ്. അതായത് y ഈസ് ഈക്വൽ ടു 1/z. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1/zനെ y എന്ന് എഴുതാം. ഇനി കണ്ടക്ടൻസ് G എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ നേരെ വിപരീതമാണ്. അതായത് G ഈസ് ഈക്വൽ ടു 1/r ആണ്. അപ്പോൾ നമുക്ക് ഈ 1/rന് പകരം G² എന്ന് എഴുതാം. ഇനി സസെപ്റ്റൻസ് എന്ന് പറയുന്നത് റിയാക്ടൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് 1/, റിയാക്ടൻസ് ആണ് സസെപ്റ്റൻസ്. അതായത് BL, ഇൻഡക്ടറിലുള്ള സസെപ്റ്റൻസ് BL ഇസ് ഈക്വൽ ടു 1/XL, അതായത് 1/ωL. കപ്പാസിറ്ററിലുള്ള സസെപ്റ്റൻസ് BC ഇസ് ഈക്വൽ ടു ωc. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ മാറുന്നത്? അപ്പോൾ ഇവിടെ XLന് പകരം BL എന്നും XCക്ക് പകരം BC എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ, അതായത് y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് G² പ്ലസ് BL മൈനസ് BC ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അഡ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് കണ്ടക്ടൻസ് സ്ക്വയർ പ്ലസ് ഡിഫറൻസ് ഓഫ് സസെപ്റ്റൻസ് സ്ക്വയർ. ഇനി നമ്മൾ പാരലൽ സർക്യൂട്ടിലെ ടോട്ടൽ അഡ്മിറ്റൻസ് കാണാൻ എങ്ങനെയാണെന്ന് ഇക്വേഷൻ നോക്കാം. നമ്മളിപ്പോൾ ഇമ്പിഡൻസ് ആണ് കാണുന്നതെങ്കിൽ 1/ZT ഈസ് ഈക്വൽ ടു 1/Z1 പ്ലസ് 1/Z2 പ്ലസ് 1/Z3 പ്ലസ് 1/Z4 എക്സെട്ര കൂട്ടി പോകണം. പക്ഷെ അതിന് പകരം നമ്മൾ സസെപ്റ്റൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ 1/ZTക്ക് പകരം നമ്മൾ YT കൊടുക്കുകയാണെങ്കിൽ y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് y4 അങ്ങനെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താലും മതി. ഇനി ഇമ്പിഡൻസ് ട്രയാങ്കിളും അഡ്മിറ്റൻസ് ട്രയാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെയും റിയാക്ടൻസിൻ്റെയും സമ്മാണ് ഇമ്പിഡൻസ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസിൻ്റെയും സസെപ്റ്റൻസിൻ്റെയും സമ്മാണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ട്രയാങ്കിളാണ്. ഒന്ന് അഡ്മിറ്റൻസും ഒന്ന് ഇമ്പിഡൻസുമാണ്. അഡ്മിറ്റൻസിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അഡ്മിറ്റൻസിൻ്റെ കമ്പോണൻസ് കണ്ടക്ടൻസും സസെപ്റ്റൻസും ആണ്. ഇമ്പിഡൻസിൻ്റെ കമ്പോണൻസ് റിയാക്ടൻസും റെസിസ്റ്റൻസും ആണ്. ഇനി ഈ പാരലൽ സർക്യൂട്ട് ആകുമ്പോഴുള്ള പ്രത്യേകതകൾ, അതായത് റെസൊണൻസ് കണ്ടീഷനിലുള്ള പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് XL മൈനസ് ഇസ് ഈക്വൽ ടു XC ആയിരിക്കും. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കും. ആ കണ്ടീഷൻ തന്നെയാണ് ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയിലുള്ള സമയത്ത് ഉള്ള RLC സർക്യൂട്ട് എങ്ങനെയാണ് അവിടെ റെസൊണൻസ് ഫോർമേഷൻ നടക്കുന്നത്, അവിടുത്തെ കറണ്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. അവിടെ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റെസൊണൻസ് കണ്ടീഷനിൽ കറണ്ട് ഓരോന്നിലൂടെ ഒഴുകുന്നത് എന്തായിട്ട് മാറാം. ഇപ്പം എല്ലും സിയും ആണല്ലോ ഇവിടെ ഈക്വൽ ആകുന്നത്. അതായത് XL ഇസ് ഈക്വൽ ടു XC ആവുന്ന കണ്ടീഷനിൽ ഇവിടെ ടോട്ടൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഓക്കെ, ടോട്ടൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും, അത് രണ്ടും ഈക്വൽ ആയിട്ട് മാറുമ്പോൾ. അപ്പോൾ പ്രസൻ്റ്ലി ആ കണ്ടീഷനിൽ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ഫോം ചെയ്യുക അല്ലേ. സീരീസിലാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ പാരലൽ ആകുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ സർക്യൂട്ടിൽ അറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ അറ്റ് റെസൊണൻസിൽ ഒരു റെസിസ്റ്റൻസ് മാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു കറണ്ട് ഒഴുകുന്ന ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ളൊരു സർക്യൂട്ടായിട്ടാണ് നമുക്ക് റെസൊണൻസ് കണ്ടീഷനിൽ കിട്ടുന്നത്. കാരണം റിയാക്റ്റീവ് കറണ്ട് മുഴുവൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും, അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. കാരണം നമ്മൾ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസിനെ അല്ലെ റിയാക്ടൻസിനെ പാരലലി കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യാം.
അല്ലെ, കുറേ കമ്പോണൻസിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ അഡീഷൻ ചെയ്യുന്നതിന്, പാരലലി ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ടോട്ടൽ വാല്യൂ, റിയാക്ടൻസ് അല്ലെ റെസിസ്റ്റൻസ് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുക. പക്ഷേ അവിടെ നമ്മൾ ഓരോ കമ്പോണൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് വരും തോറും അവിടെ എഫക്റ്റീവ് റിയാക്ടൻസിൻ്റെ അല്ലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി കൂടി വരും. ഇപ്പോൾ ഇവിടെ 3 കമ്പോണൻ്റ് ഉള്ള ഈ സർക്യൂട്ടിൽ എല്ലും സിയും 0 ആയപ്പോൾ, അല്ലെങ്കിൽ എല്ലിൻ്റെയും സിൻ്റെയും അവിടെ പ്രസൻസ് ഇല്ലാതെ അത് രണ്ടും അവിടെ ഓപ്പൺ ആയി മാറുക. അതായത് ഇവിടെ ഈ സർക്യൂട്ട് ഓപ്പൺ ആയിട്ട് അവിടെ ഹൈ റെസിസ്റ്റൻസ് വരികയാണ്. ഓക്കെ, അപ്പം എഫക്റ്റീവ്ലി ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് IR മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ അത് മുഴുവനായിട്ട് ഇമ്പിഡൻസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ടിൽ അറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ ഇമ്പിഡൻസ് Z is equal to R ആയിരിക്കും. അതായത് മാക്സിമം റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് മാക്സിമം ആയതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അതായത് ഏറ്റവും കുറഞ്ഞ കറണ്ട് ആയിരിക്കും ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്. ആൻഡ് Z is equal to R, IA is equal to മിനിമം. ഇനി RLC സീരീസും RLC പാരലലും തമ്മിലുള്ള കോമൺ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ RLC സർക്യൂട്ടിൽ, സീരീസ് സർക്യൂട്ടിൽ കറണ്ടിനെ നമ്മൾ റെഫറൻസ് ആക്കി എടുത്തു. പക്ഷേ RLC പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജിനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത്, സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ബ്രാഞ്ച് വോൾട്ടേജുകളുടെ സമ്മായിരുന്നു സീരീസ് സർക്യൂട്ടിൽ. പക്ഷേ ടോട്ടൽ കറണ്ടിനെ നമ്മൾ വെക്റ്റർ സമ്മായിട്ട് കണ്ടത് RLC പാരലൽ സർക്യൂട്ടിലാണ്. നമ്മൾ വോൾട്ടേജ് റിലേറ്റ് ചെയ്തുള്ള അഡീഷൻ ആയതുകൊണ്ട് നമ്മൾ RLC സീരീസിൽ KVL, അതായത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് യൂസ് ചെയ്തത്. RLC പാരലൽ സർക്യൂട്ടിൽ നമ്മൾ KCL, അതായത് കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ് അപ്ലൈ ചെയ്തത്. ഇനി RLC സീരീസ് സർക്യൂട്ടിലെ റെസൊണൻസ് കണ്ടീഷനിൽ Z is equal to R ആണ്. അപ്പോൾ ഉള്ള സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും, അവിടെ ഉണ്ടാകുന്ന കറണ്ട് മാക്സിമം ആയിരിക്കും. പക്ഷേ RLC പാരലലിൻ്റെ കേസിൽ റെസൊണൻസ് കണ്ടീഷൻ Z is equal to R ആണ്. ഇമ്പിഡൻസ് മാക്സിമം ആണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള കറണ്ട് മിനിമം ആണ്. ഇനി RLC സീരീസ് സർക്യൂട്ടിൽ ആയിട്ട് റെസൊണൻസിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ അക്സെപ്റ്റർ എന്നും, ഇനി അതിനെ RLC പാരലൽ ആണെങ്കിൽ റിജക്ടർ സർക്യൂട്ട് എന്നും പറയും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് അതുപോലെ 3 ഫേസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും കാണുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.